നിങ്ങൾ ഹയർ മെറ്റബോളിക് റേറ്റ് ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് വെയിറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കണം, നിങ്ങളുടെ മെറ്റബോളിക് റേറ്റിന് ഏകദേശം രീതിയിലൊരു കൺട്രോളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കണം. നമുക്ക് ഒരിക്കലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ നമുക്ക് പോയി തിരുത്താൻ, അതിന് ഉണ്ടാവാതിരിക്കാനും ചെയ്യാം, അങ്ങനെ പറ്റില്ല. അതിനെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നതിനകത്ത് വൺ ഓഫ് ദ റീസൺ വേണമെങ്കിൽ നമുക്ക് ജിമ്മിനെ കൊണ്ട് പ്ലേസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇത് ആക്ച്വലി ടെക്നിക്കലി പ്രൂവൺ ആണ്. നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ നമുക്കൊരു സ്ട്രെസ് റിലീഫ് കിട്ടും. പിന്നെ കൺസിസ്റ്റൻസി നമുക്ക് ആൻസൈറ്റിയെ കുറയ്ക്കും. ആൻസൈറ്റിയെ കുറയ്ക്കും. ലൈക്ക് അങ്ങനെയുണ്ട്. നാച്ചുറൽ കോമ്പറ്റീഷൻസ് എത്രമാത്രം നാച്ചുറലാണ്. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും എത്ര തിന്നാലും തടി വെക്കില്ല. ലൈക്ക് നമുക്ക് എത്ര വെച്ച് കഴിക്കാം, നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. അതേപോലെ തന്നെ വേറൊരു ചിലർ നേരെ ഓപ്പോസിറ്റ് പറയുന്നത് കുറച്ച് കഴിച്ചാൽ മതി അപ്പൊ തന്നെ തടി വെക്കും. അതെന്തുകൊണ്ടാണ്? ലൈക്ക് ആ ഒരു ടോക്ക്. ഇപ്പൊ ഞാനൊക്കെ പറയും ഈ ലൈക്ക് നിന്നെ കണ്ടാ പറയില്ല, നിങ്ങൾ കണ്ടാ പറയില്ല, അത്ര അധികം നീ കഴിക്കുന്നുണ്ട്, പക്ഷെ എവിടേക്കാ പോണെന്ന് എന്നോട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ എപ്പോഴും കളിയാക്കുന്നതാ, എങ്ങോട്ടേ പോണ് ചോദിക്കും. കാരണം നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. പലർക്കും ഇപ്പൊ നമ്മളൊരു ഫാമിലി ഫംഗ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ എന്ത് മിശാലെ എന്തൊരു തടി പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയും ഇപ്പൊ ലൈക്ക് എന്റെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്, ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. ലൈക്ക് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് ഞാൻ ചിപ്സ് കഴിക്കുന്ന ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളല്ല. ഇപ്പൊ ലേസും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളല്ല. ഞാൻ ആകെ കുടിക്കുന്നില്ല ലൈക്ക് കോക്കും റെഡ് ബുള്ളൊക്കെ ലൈക്ക് അനാവശ്യമായിട്ടല്ല കുടിക്കും നന്നായിട്ട്. അല്ലാണ്ട് ലൈക്ക് വേറെ ചിപ്സോ കാര്യങ്ങളോ അത് നുറുക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളോ അങ്ങനെയല്ല. കൂടുതലും ഫ്രൂട്ട്സ് അതേപോലെ തന്നെ അങ്ങനത്തെ ഫുഡാണ് കൂടുതൽ. പക്ഷെ എന്നിട്ടും ലൈക്ക് ഒന്നും കഴിക്കാണ്ടിരിക്കുക, എനിക്ക് അത് ഇഷ്ടമല്ല ഇത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളൊന്നല്ല ഞാൻ. പക്ഷെ ബാക്കി എല്ലാവരും മുന്നിൽ വെക്കുമ്പോൾ നമ്മൾ തടിയില്ല, നമ്മുടെ ശരീരമല്ല, ഒന്നും കാണില്ല. ലൈക്ക് ഈ ഇതുള്ളൂ, ക്യാരക്ടറുള്ളൂ. അപ്പൊ എല്ലാവരും പറയുന്ന കാര്യമാണ് എവിടെ ഭക്ഷണം കഴിക്കാണ്ടാണോ ആക്കാണ്ടോ ചെയ്യണ്ട. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതേപോലെ തന്നെ ലൈക്ക് പറയുന്ന കാര്യമാണ് ഒന്നാണ്ട് ലൈക്ക് നമ്മളെ ഫിഗർ മാറുമ്പോഴത്തേനും എല്ലാവരും കളിയാക്കുന്ന കാര്യമാണ് തടിച്ചല്ലോ ആക്കിയല്ലോ. ലൈക്ക് ഇപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് അടുത്ത് പറയാനുള്ളത് ഒരു പ്രഗ്നൻസി കഴിഞ്ഞാൽ ഒരു വുമൺ നേരിടുന്ന ഒരു കാര്യമാണ് ലൈക്ക് വെയിറ്റ് ഗെയിൻ. എന്ത് തടിയാ വെച്ചേക്കണ്, എന്തത് ലൈക്ക് പൊതുവെ എല്ലായിടത്തും നമ്മൾ എത്രയൊക്കെ എല്ലാവരും മാറി എല്ലാവരും ലോകം മാറി എന്ന് പറഞ്ഞാലും ഈ ടോക്കും ഈ ക്ലീശ വർത്താനൊന്നും എവിടെയും മാറിയിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇപ്പൊ എങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ അഡ്രസ് ചെയ്യും? രണ്ട് ക്വസ്റ്റ്യൻ ആണ് അത്. ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ എന്താ ലൈക്ക് ഒരു മേജർ ഫാക്ടർ എന്ന് നമ്മുടെ മെറ്റബോളിക് റേറ്റ് ആണ്. മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനാക്റ്റീവ് ആയിട്ട് ഇപ്പം നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫംഗ്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എനർജി അല്ലെങ്കിൽ കാലറി എത്ര ആണെന്ന് ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് എത്രമാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ രണ്ടാമത് നമ്മൾ ആക്ടിവിറ്റി, നമ്മൾ എത്ര ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണ് അതനുസരിച്ചിരിക്കും. സോ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടും ഞാനും ഒരു റൂമിൽ താമസിക്കുന്ന ഏകദേശം ഞങ്ങൾ സെയിം ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ വെയിറ്റ് 100ഉം എൻ്റെ വെയിറ്റ് സംവെയർ അറൗണ്ട് 55-60 ആയിരിക്കും. എന്നാൽ എൻ്റെ ബോഡി കുറച്ചുകൂടെ ഹയർ മെറ്റബോളിക്കിൽ ഫംഗ്ഷൻ ചെയ്യുന്നതും അവൻ്റെ ബോഡി കുറച്ചുകൂടെ ലോവർ മെറ്റബോളിക്കിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ബോഡിയാണ്. സോ അതനുസരിച്ചാണ് നമ്മുടെ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രീതിയിൽ പോയി, രണ്ട് ധ്രുവങ്ങളിൽ പോയി നിൽക്കുന്നത്. പിന്നെ ഫീമെയിൽസിൻ്റെ ആണെങ്കിൽ ഈ വെയിറ്റ് ഗെയിൻ അത് നോർമലാണ്. പിന്നെ പ്രഗ്നൻസിക്ക് സമയത്താവുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഫീമെയിൽസിനകത്ത് വെയിറ്റ് ഗെയിൻസ് പൊതുവേ ഉണ്ടാവാറുണ്ട്. അതിന് പിന്നെ ഏജ് ഒരു ഫാക്ടറാണ്. ഒരു സർട്ടൺ ഇപ്പം നമ്മൾക്ക് 10-25 വയസ്സ് ടു 30 വയസ്സൊക്കെ സമയത്ത് നമ്മുടെ ബോഡി ടോപ്പ് റേറ്റിൽ ഫംഗ്ഷൻ ചെയ്യും. അത് തരുമ്പോൾ ബോഡി പതുക്കെ റേറ്റ് താത്തോട്ട് പോകും. അപ്പോഴും നമ്മൾ അതേ ലൈഫ് സ്റ്റൈലൊക്കെയാണ് അതേ ഭക്ഷണമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യും. ചിലർക്ക് വർക്ക് സിറ്റുവേഷൻ ചേഞ്ച് ആകുമ്പോൾ ലൈക്ക് എന്താ ഉറങ്ങാതിരിക്കുക, സ്ട്രെസ് കൂടുതൽ വരിക, ആ സമയത്ത് ഇവരുടെ ഇത് പോകും. സോ ബേസിക്കലി എനിക്ക് തോന്നുന്നത് ലൈക്ക് വളരെ ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഈ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് എങ്ങനെ പോകുന്നത് എന്നുള്ളത് ക്ലാരിറ്റിയോട് മനസ്സിലാവും. ലൈക്ക് സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങൾ ഹയർ മെറ്റബോളിക് റേറ്റ് ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് വെയിറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കണം, നിങ്ങളുടെ മെറ്റബോളിക് റേറ്റിന് ഏകദേശം രീതിയിലൊരു കൺട്രോളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കണം. അതേസമയം നിങ്ങൾ ഭയങ്കര ലോവർ മെറ്റബോളിക്. അപ്പോൾ ഒരു കാര്യം വെച്ചിട്ട് ഇപ്പൊ എനിക്ക് ഞാൻ നന്നായി കുറച്ചുകൂടി ഭക്ഷണം കഴിക്കണം, കൂടുതൽ ഭക്ഷണം കഴിക്കണം, ഫുഡ് അസിമുലേറ്റ് ചെയ്യാനുള്ള റീസൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എത്ര തരത്തിലുള്ള ഭക്ഷണം ഞാൻ കഴിക്കണം അങ്ങനെയാണെങ്കിൽ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ എനർജി പറയുന്നത്. അപ്പം താനിക്ക് ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ മേളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കാലറി ബോഡി കൊടുക്കാൻ പറ്റിയ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. നിങ്ങളുടെ മെയിൻ്റെനൻസിന് താഴെയാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. നിങ്ങളുടെ മെയിൻ്റെനൻസിൻ്റെ തന്നെ ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ആയിരിക്കും. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏകദേശം 2000 കാലറിയാണ് ഒരു ദിവസം സർവൈവ് ചെയ്യാൻ, എൻ്റെ ബേസിക് ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും എനിക്ക് ആക്ടിവിറ്റി എല്ലാം കവർ ചെയ്ത് 2000 കാലറിയാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ 2000-ന്റെ മേളിലേക്ക് കഴിക്കുകയാണെങ്കിൽ എനിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. 2000 കഴിക്കുകയാണെങ്കിൽ എൻ്റെ വെയിറ്റ് സ്റ്റേബിൾ ആയിട്ടിരിക്കും. 2000 താഴെ കഴിക്കുകയാണെങ്കിൽ എൻ്റെ വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും, താഴ്ന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ലൈക്ക് അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ലൈക്ക് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ പ്രഗ്നൻസി സംഭവം, അതിൽ ഒരു പ്രഗ്നൻ്റ് ആയ ലേഡി അവരുടെ ലൈക്ക് അതിൽ ജിമ്മ് എങ്ങനെ
അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ജിം എങ്ങനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ശരിക്കും അതൊരു പ്രശ്നമാണോ അതോ അതൊരു നല്ലതാണോ, ഇത്ര മന്ത്സ് ജിമ്മിൽ പോകണം, അത് എങ്ങനെ, എല്ലാവരും പറയും എക്സസൈസ് ചെയ്യണം ആക്കണം എന്നൊക്കെ ഡോക്ടേഴ്സ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലർ പറയും ഇത് വേണ്ട, ബെഡ് റെസ്റ്റ് ചെയ്യണം, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ജിമ്മിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ, എത്രമാത്രമാണ്? അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ പേഴ്സണെ ആയിട്ടായിരിക്കും. ആ കോൾ എടുക്കേണ്ട ആക്ച്വലി ഒരു ഡോക്ടറാണ്, നമ്മളല്ല കോൾ എടുക്കേണ്ടത്. പക്ഷെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണെങ്കിൽ നോർമൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ജിം പ്രഗ്നൻ്റ് ആയതിനു ശേഷമല്ല നമ്മൾ ജിം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ അവരുടെ സൈക്കിൾസ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ PCOD PCOS അങ്ങനെയൊക്കെ വെച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് വർക്കൗട്ട് ചെയ്തൊരു 10% വെയിറ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സൈക്കിൾസ് നോർമലാവും. അതേപോലെ ഇവരുടെ മസിൽസ് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവും. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ലിഫ്റ്റിങ്ങിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് വരെ നമുക്ക് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഗിവൺ അവരുടെ പ്രഗ്നൻസി ഇപ്പം C-സെക്ഷൻ ആണോ അതോ നോർമൽ ഡെലിവറി ആണോ, അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. സ്റ്റിൽ അതിനുശേഷം തിരിച്ച് അവരെ പഴയ വെയിറ്റിലേക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പിന്നെയും ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ ഇത് ഡിപ്പെൻഡിങ് ഓൺ ഇവർ ഇതിന് മുമ്പ് ഏത് ലൈഫ് സ്റ്റൈലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഐ വുഡ് സജസ്റ്റ്, നിങ്ങൾ നോർമൽ പേഴ്സൺ ആണെങ്കിൽ പ്രഗ്നൻസിക്ക് മുമ്പ് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് പ്രഗ്നൻസി ഡ്യൂറിങ് ടൈമിൽ നിങ്ങൾ ഇതിനുവേണ്ടി വർക്കൗട്ട് ചെയ്ത് അതിനുശേഷം പിന്നെ നിങ്ങളുടെ ബോഡീനെ പ്രോപ്പർലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. ബിക്കോസ് എന്താ, നിങ്ങളുടെ പെൽവിക് മസിൽസിനെയൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ദസ് എ ബെറ്റർ ചാൻസ് ഓഫ് നാച്ചുറൽ പ്രഗ്നൻസി, നാച്ചുറൽ ഡെലിവറി. അതാണ് അതിനകത്തെ എങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ജേണിക്ക് അതാണെങ്കിൽ എനിക്കൊരു കേസ് ഉണ്ട് where she was a doctor and she reduced around 5-6 kgs before conceiving. Then she conceived. അത് നമ്മളുടെ വെയിറ്റ് ഒന്നും കാര്യമായിട്ട് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ആയില്ല. വി വർ വർക്കിംഗ് ഔട്ട് ടിൽ 9.5 months. എന്നിട്ട് ഷീ ഡെലിവേർഡ് ആഫ്റ്റർ 1 week. നമ്മൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം 1 week ഷീ ഡെലിവേർഡ്. ദെൻ ആഫ്റ്റർ അത് C-സെക്ഷൻ ആയിരുന്നു, ബിക്കോസ് ബാബ അത്യാവശ്യം ബിഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 months കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം കുറച്ച് വെയിറ്റ് കൂടെ നമ്മൾ തിരിച്ചു പോയി. സോ അതിന് മുമ്പ് പേഴ്സണൽ വലിയ ആക്ടിവിറ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പേഴ്സൺ എന്നോട് പേഴ്സണലി ബീങ് എ ഡോക്ടർ പുള്ളിക്കാരത്തി ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്താൽ ചെയ്താൽ നന്നായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ ജിമ്മിൻ്റെ ഒരു ഓണർ അല്ല ആ കോൾ എടുക്കേണ്ടത്. യു ഷുഡ് ഓൾവേസ് ടേക്ക് എ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ. ഇതേപോലെ ഇപ്പോൾ ഒരു C-സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 1 month ഇപ്പോൾ നമ്മളെല്ലാവരും പറയാം ബെഡ് റെസ്റ്റ് വേണം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണം, അത്യാവശ്യം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഒരു 1 month അല്ലെങ്കിൽ 1.5 month അല്ലെങ്കിൽ മാക്സിമം 2 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമ്മിൽ വരുന്നതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നോർമലി വരുന്ന കേസസ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രഗ്നൻസി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ നിങ്ങൾക്ക് വരാം. അല്ല ഇത് C-സെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. പക്ഷേ അതും ഡോക്ടേഴ്സാണ് നിങ്ങളോട് പറയേണ്ടത്. ചെറിയ ചെറിയ ലെഗ് റേസസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ അവർ ചെയ്യിപ്പിക്കും. അതിനുശേഷം ആക്ച്വലി ഡോക്ടേഴ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പലത് ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർ പെട്ടെന്ന് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യും. ഞാനിപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്ന അങ്ങനെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സായിട്ടാണെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് പറയും ഇത്ര ഏജ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര സമയം കഴിയുമ്പോൾ നിങ്ങൾ സർട്ടൻലി ജിമ്മിൽ പോകണം, നിങ്ങളുടെ കോറൊക്കെ പിന്നെ സ്ട്രെങ്തൻ ചെയ്തെടുക്കണം, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അത് പൊതുവെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അങ്ങനത്തെ എല്ലാ ടേമും എനിക്കറിയില്ല. അതും എങ്ങനെ റിലേറ്റഡ് ആണോ കൂടുതലും ഈ കാര്യത്തിൽ? എന്ന് വെച്ചാൽ എന്താ നമ്മൾ ജിമ്മിൽ പൊതുവെ കാണുന്നത് വെച്ചാൽ മെയിൽസ് ഒക്കെ ഒരു 30-35 ഒക്കെ ആയി കഴിയുമ്പോൾ അവരുടെ പീക്ക് ഒരു ലുക്സിലേക്കൊക്കെ എത്തും. ഫീമെയിൽസ് ചിലപ്പം ആ ഏജിലായിരിക്കും കൺസീവ് ആവുന്നത്. കൺസീവ് ആയി കഴിയുമ്പോൾ ഹെയർ ലോസ് ഉണ്ടാവാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഇത് ഉണ്ടാവും. പിന്നെ അവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു സ്ട്രെസ് കാര്യം, ഫീഡിങ് ടൈം എൻ്റെ സിസ്റ്ററിനൊക്കെ ഞാൻ കാണുന്ന സമയത്ത് രാത്രിയിൽ ചിലപ്പം ഉറക്കം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം കാര്യം ഉണ്ടാവും, അവയുടെ കാര്യം ഉണ്ടാവും. ടൈമിൽ എല്ലാവർക്കും റിയലി ദേ വിൽ സ്ട്രഗിൾ. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്തുനിന്ന് ആക്ച്വലി കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാറുണ്ട്. കാരണം നമ്മൾ മെൻ്റലി കുറച്ച് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ ബോഡീനൊക്കെ തിരിച്ച് പഴയതുപോലെ വരുന്ന സമയത്ത് ഇവർക്കും കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സംഭവം നമുക്ക് ഒരിക്കലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ നമുക്ക് പോയി തിരുത്താൻ, അതിനെ ഉണ്ടാവാതിരിക്കാനും ചെയ്യാം, അങ്ങനെ പറ്റില്ല. അതിനെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നതിനകത്ത് വൺ ഓഫ് ദ റീസൺ വേണമെങ്കിൽ നമുക്ക് ജിമ്മിനെ കൊണ്ട് പ്ലേസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്. ജിമ്മ് കൊണ്ട് ഇത് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ചിലപ്പോൾ അവർക്ക് പാർക്കിൽ പോകുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് വേറൊരു രീതി ട്രീറ്റ് ചെയ്യുന്നവർക്ക്. ഈ ഞങ്ങൾക്ക് കുറെ കേസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന് ശേഷം വരുന്ന ആൾക്കാർ ഇതിലേക്ക് ഗെറ്റിംഗ് എ ബെറ്റർ ഔട്ട് ഓഫ് ദിസ്. അങ്ങനെ വേറൊരു ട്രെൻഡ് പറയട്ടെ, ഇപ്പോ അഫെയർ ഉണ്ടാവുക, ബ്രേക്കപ്പ് ആവുക, ജിമ്മിൽ വരിക, വർക്ക്ഔട്ട് ചെയ്യുക, ആ ഒരു സംഭവം എന്താ അത്? എനിക്ക് നമുക്ക് പേഴ്സണലി നമുക്ക് അറിയായിരിക്കും. ഇപ്പൊ ഈ സംഭവം ഒന്നല്ല, പൊതുവെ ജിമ്മിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ 1 മണിക്കൂർ ഭയങ്കര എന്താ പറയാ സമാധാനവും സന്തോഷവും ഒക്കെയാണ്. അത് ഈ കാരണം കൊണ്ടല്ലേ, പൊതുവെ മൊത്തത്തിൽ നമുക്ക് ഒരു ചിലപ്പോൾ എന്താ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്ക് എൻഡോർഫിൻ ഹോർമോൺ റിലീസ് ആവും.
ഹോർമോൺ എന്ന് പറയുന്നത് സ്ട്രെസ് ബസ്റ്റർ ആണ്. അത് ചിലപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് കിട്ടുന്നത്. സൈക്കിൾ ഓടിക്കുന്ന ആൾക്ക് 45 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഇൻറ്റൻസിറ്റിയിൽ സൈക്കിൾ ഓടിക്കുക, അത് സൈക്കിൾസ് ആയി എന്നാണ് പറയുന്നത്. സോ ഇത് ആക്ച്വലി ടെക്നിക്കലി പ്രൂവൺ ആണ്. നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ നമുക്കൊരു സ്ട്രെസ് റിലീഫ് കിട്ടും. പിന്നെ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്തായാലും ആ സംഭവം എന്തായിരുന്നു ലൈക്ക് ഇപ്പൊ നമുക്ക് ഈ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ജിമ്മിന്റെ സംഭവം. നമുക്ക് ബ്രേക്കപ്പ് അറിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിൽ ഏറ്റവും താഴെ എത്തില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാവുമായിരിക്കും ചിലപ്പോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അവരിലല്ല, നമ്മളിലാകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസിനെ തിരിച്ച് പുള്ളി ചെയ്യാൻ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. സോ ഫിസിക്കലി നമ്മൾ ബെറ്റർ ആവുന്ന സമയത്ത് ആർക്കെങ്കിലും കോൺഫിഡൻസ് കുറയാറുണ്ടോ? കൂടാറേ ഉള്ളൂ. പിന്നെന്താ, ഈ നമ്മളുടെ ബ്ലഡ് പമ്പ് ചെയ്തു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി, നമ്മൾ കുറച്ച് പുതിയ ആൾക്കാരെ കണ്ടു, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആയി കഴിയുമ്പോൾ നമ്മൾ റൂമിൽ നിന്ന് അടച്ചു പൂട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഒരു ബെറ്റർ റിലീഫ് കിട്ടും. അതായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഈ ഫ്രസ്ട്രേഷൻ ചെയ്യാൻ തുടങ്ങും അങ്ങനെ. പിന്നെ ജിമ്മിൽ വരുന്ന ആൾക്കാരെല്ലാം, നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരെ നോക്കുവാണെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാത്ത ആൾക്കാർ ജിമ്മിൽ വരില്ല. ആ മോട്ടിവേഷനുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ ഒരു മോട്ടിവേഷനാണ്. അവിടെ ആരും പറഞ്ഞിട്ട് ബ്രോ നീ വെയിറ്റ് അടിക്കല്ലേ, അല്ലെങ്കിൽ ബ്രോ നീ തിരുപ്പോൾ വെയിറ്റ് എടുക്കണ്ട, അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യാതെ കുറച്ചേരം ഇവിടെ ഇരിക്കൂ, അങ്ങനൊന്നും പറയില്ല. ആ വെയിറ്റ് എടുക്ക്, അതെടുക്ക്, അതാണ് അതിനകത്ത് രസം. ഇതിനകത്ത് എത്രമാത്രം സയന്റിഫിക് വെൻ യു എൻജോയ് ദ പ്ലേസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്റ്റോറി. അപ്പൊ അവിടെ വരുമ്പോൾ ആൾക്കാരോട് ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുന്നതിന് നമ്മൾ അവനെ കൂടുതൽ അവിടെ നിന്ന് താഴ്ത്താൻ പറഞ്ഞില്ല. അവനോട് പറയുന്നത് 2 അടിച്ചോ 2 വെയിറ്റ് അടിച്ചു. ബിക്കോസ് ഇവിടെ എല്ലാവരും വരുന്ന അതേ സിമിലർ മൈൻഡ് സെറ്റില്ല. ചിലപ്പോൾ ചില ബ്രേക്കപ്പിലായിരിക്കും, ചില ബിസിനസിന്റെ സ്ട്രെസ്സിലായിരിക്കും, ചില ഒരു കമ്പനിയിലെ സ്വീപ്പർ ആയിരിക്കും, ഒരാൾ ഒരു കമ്പനിയിലെ CEO ആയിരിക്കും. പക്ഷെ ഇവരെല്ലാം വരുന്ന മോട്ടിവേറ്റ് മൈൻഡ് സെറ്റില്ല. സോ അവിടെ വരുമ്പോൾ തന്നെ പകുതി പ്രശ്നം സോൾവ് ആണ്. പിന്നെ ഞാൻ പറയലേ, പേഴ്സൺ ചിലപ്പോൾ 6 മാസം കൊണ്ട് ആ പേഴ്സണിന്റെ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഹി വിൽ ഗെയിൻ സം കോൺഫിഡൻസ്. അപ്പോൾ ബ്രേക്കപ്പ് എന്നല്ല, ഏത് ലൈഫിൽ ലോസ് വന്നാലും, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ലോസ് ഒക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ചു പോയി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കും. ബിക്കോസ് അതുകൊണ്ട് ഈ ലോസ് മാറുമെന്നല്ല, യു വിൽ ഫീൽ ബെറ്റർ. മൈൻഡ് ഒന്ന് ക്ലിയർ ആയി അത്രേ ഉള്ളൂ. ഈ അതേപോലെ തന്നെ ഈ ADHD, ഇപ്പോൾ കഴിഞ്ഞ ഫഹദ് വാസിലൊക്കെ പറഞ്ഞ പോലെ ADHD ആ ടേംസ് ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അറിയില്ല, അതുകൊണ്ട് എനിക്ക് ജിമ്മും എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെരി മച്ച് കണക്റ്റഡ് ആണ്. സോ ഫിസിക്കലി നിങ്ങൾ ബെറ്റർ ആകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെന്റലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി നമുക്ക് ആൻസൈറ്റിയെ കുറയ്ക്കും. ലൈക്ക് കൺസിസ്റ്റൻസി നമ്മുടെ ആൻസൈറ്റിനെ കുറയ്ക്കും. അതേപോലെ വർക്കൗട്ട് നിങ്ങളുടെ വർക്കൗട്ട് എന്നല്ല, ഒരു കാര്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ അത് നമ്മളെ ആൻസൈറ്റി ലെവലിനെ കുറക്കുന്നുണ്ടോ? ഒരു കംപ്ലീറ്റ് 100% ഒരു ക്യൂർ എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ജിമ്മിൽ ഇപ്പോൾ കൺസിസ്റ്റന്റ്, ജിമ്മിന്റെ പെർസ്പെക്റ്റീവ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വരുമ്പോൾ കുറേയൊക്കെ നിങ്ങളുടെ ആൻസൈറ്റിനെ അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യം വർക്കൗട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ മൂഡിനെ അത് ചിലപ്പോൾ ബൂസ്റ്റ് ചെയ്യും. അതേപോലെ പ്രോഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതല്ല പെർഫെക്റ്റ്. പിന്നെ നല്ലൊരു ഒരു ശരീരമുള്ള ഒരാൾക്ക് നല്ലൊരു മെന്റൽ സ്പേസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ശരീരവും പോയി കിടക്കുകയാണെങ്കിൽ മെന്റൽ സ്പേസിൽ നമുക്ക് വലിയ എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചില നമ്മുടെ കയ്യിലല്ലേ, ഇപ്പോൾ ഹോർമോണൽ ബാലൻസ് ഒന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ ശരീരം നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ കൺട്രോൾ. അപ്പം നല്ല ശരീരം ഉണ്ടെങ്കിൽ നല്ല മനസ്സ്, മറ്റേ ദൈവം പറഞ്ഞത് നല്ല വീട്ടിൽ ദൈവം വരുള്ളൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല സ്പേസ് ഉണ്ടാക്കി വെക്കുന്ന പറഞ്ഞ പോലെ നല്ല സ്പേസിൽ ഒരു നല്ല മനസ്സുണ്ടാവും. പിന്നെ ഈ എനർജീനൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് 100%. പിന്നെ ഇപ്പം നമ്മളിപ്പം ഡിപ്രഷനുള്ള ആൾക്കാർ, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ചിലപ്പോൾ അവരുടെ സൈക്കോളജിസ്റ്റ് പറയുന്നത് നിങ്ങൾ അവിടെ പോയി കുറച്ച് സമയം ഫിസിക്കലി സ്പെൻഡ് ചെയ്യുക. സോ എനിക്കും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈ ജിമ്മിൽ പോയപ്പോൾ നമുക്ക് ഫോക്കസ് അതേപോലെ ഒരു അറ്റൻഷൻ അതൊക്കെ കൂടുന്നാണോ പറയണേ? ജിമ്മിൽ പോകുമ്പോൾ ഫോക്കസ് അറ്റൻഷൻ കൂടുന്നില്ല. ജിമ്മിന്റെ കാര്യത്തിലല്ല, ലൈക്ക് മറ്റുള്ള കാര്യത്തില് കുറച്ചുകൂടി ഫോക്കസും അറ്റൻഷനും കൂടും. ഡെഫിനറ്റ്ലി. ലൈക്ക് എന്താ, നമ്മൾക്ക് ജിം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെന്റ് സ്റ്റോറി. അപ്പൊ എന്റെ സ്റ്റോറി ആയിരിക്കത്തില്ല ഒരാളുടെ സ്റ്റോറി, ഇവിടെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും സ്റ്റോറി അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ജിമ്മിൽ പോകുന്ന സമയത്ത് എനിക്ക് ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ്. ഞാൻ വർക്കൗട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്തും ഭക്ഷണം ക്രമീകരിക്കുന്ന സമയത്തും ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന സമയത്തും ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ്. അപ്പോൾ എനിക്ക് ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളെയും മീറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് പേഴ്സൺ ആണെങ്കിലും എൻ്റെ ബിസിനസ്സിലാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ സൂംബ, ലൈക്ക് അതന്നെയല്ലേ പറയാ പ്രൊണൗൺസ്? അപ്പോൾ അത് യോഗ, ജിമ്മ് ഇതിൽ കൊടുക്കുകയാണെങ്കിൽ ഏത് പ്രിഫർ ചെയ്യും? ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ഞാനിപ്പോൾ കൂടുതലും ഫോളോ ചെയ്തിരിക്കുന്നതും സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാമസ്റ്റിക് എഗൻസ്റ്റ് ഒരു വെയിറ്റ് എടുത്ത് മൂവ് ചെയ്ത് ചെയ്യുന്ന ട്രെയിനിങ്ങിനാണ് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ എനിക്ക് അതൊരിക്കലും റീപ്ലേസബിൾ ട്രെയിനിങ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ വാട്ട് വർക്ക്സ് ഫോർ യു
വർക്ക്സ് ഫോർ യു എന്നുള്ളതാണ് അതിന്റെ തിയറി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ പേഴ്സണൽ ചോയ്സ് ആണ്. ലൈക്ക് ഈ ഫീൽഡിന്റെ റെപ്രസെന്റേറ്റീവ് ഐ വാണ്ട് ടു ബി ലൈക്ക് നോൺ ആസ് ലൈക്ക് ഓക്കെ ഒരാൾ വർക്കൗട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരാളായിട്ട് ആഗ്രഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എൻ്റെ ഇഷ്ടമുള്ളത് തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ ഒരാൾ ഒരു എക്സ്ട്രീം പോലൊക്കെ എന്താ ഇത് എനിക്ക് ഹോബി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്തൊരു പേഴ്സണെ പോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അപ്പം സൂംബയാണ് വിശാലിനെ ആക്ടിവിറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു സാധനമെങ്കിൽ വിശാൽ സൂംബ തന്നെ ചെയ്യുക. അപ്പോൾ വിശാൽ അത്യാവശ്യം ചെയ്യുന്നുണ്ടല്ലോ. വിശാൽ എൻ്റെ ജിമ്മിൽ എനിക്ക് ലൈക്ക് എന്താ ഞാൻ ചെയ്യുന്ന പോലെ വർക്കൗട്ട് ചെയ്യണം ഞാൻ നിർബന്ധം പിടിച്ചാൽ ചിലപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ വിശാൽ ഇത് നിർത്തിപ്പോകും. ഇഷ്ടമെന്നുണ്ടെങ്കിൽ വിശാൽ ഡാൻസ് ചെയ്യുക, വിശാൽ സൂംബ ചെയ്യണമെന്നാണെങ്കിൽ ചെയ്യുക. പക്ഷെ വിശാലിന് മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശാൽ ആക്ച്വലി വെയിറ്റ് എടുക്കണം. ഇതെല്ലാം കൈൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ആണ്. ഞാനിത് മിക്സ് ആയിട്ടാണ്. നമ്മളെ ജിമ്മിൽ ഇപ്പൊ എല്ലാം ഉണ്ടോ? നമ്മുടെ ജിമ്മിൽ എല്ലാതും ഉണ്ടോ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള? നമ്മുടെ ജിമ്മിൽ ഒരുമാതിരി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടാവില്ല. ഇപ്പൊ ലൈക്ക് എന്താ ചില ഗ്രൂപ്പ് സെഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്, ബോക്സിംഗ് ഉണ്ട്, ലൈക്ക് എന്താ ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ ആണ്. ഇപ്പൊ ലൈക്ക് മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമുക്ക് ലൈക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യോഗയൊക്കെ രസമായിരിക്കും ചെയ്യാം. അപ്പം ചിലർക്ക് മസിൽ ബിൽഡിങ്ങിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. പിന്നെ അല്ല കുറച്ച് എനർജി ബേൺ ചെയ്യണം, പക്ഷെ എനിക്ക് കുറച്ച് സോഷ്യലൈസ് ചെയ്തൊക്കെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാം. വാട്ട് ലൈക്ക് കീപ്പിംഗ് യു ഗോയിങ് അത് ചെയ്യുക. ഓക്കെ. അതേപോലെ നാച്ചുറൽ കോമ്പറ്റീഷൻസ് എത്രമാത്രം നാച്ചുറലാണ്? അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. അത് കാരണം എന്താ കുറെ നാച്ചുറലാന്ന് കാണുന്നവരും അത് ശരിക്കും അതിനൊരു ടെസ്റ്റ് പോലും നടക്കുന്നുണ്ടോ എനിക്കറിയില്ല. ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട്, പക്ഷേ ഒരു കോമ്പറ്റീഷന് മുന്നേ കോമ്പറ്റീഷന് മുന്നേ അത് ടെസ്റ്റ് ഇപ്പൊ ലൈക്ക് എന്താ ഇപ്പൊ നമ്മൾ കോപ്പി അടിച്ച് പാസ്സാവുന്ന പോലെ എല്ലാ ടെസ്റ്റുകളും പാസ്സാവാനുള്ള പരിപാടിയും ആൾക്കാരുടെ കയ്യിൽ ചീറ്റ് ചെയ്യുന്നവരയിൽ ഉണ്ടാവും. ചീറ്റ് ചെയ്യാത്തവർ ജെന്യൂൻ ആയിട്ട് വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. ലൈക്ക് എങ്ങനെ അത് പൈസ കൊടുത്തിട്ട് ഇതിന് ഇത് ഇതിന്റെ പുറകിൽ ആക്ച്വലി ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും. ഇത്ര നമ്പർ ഓഫ് അത്ലീറ്റ്സ് അവിടെ വരുന്നുണ്ടാവും. ചിലപ്പോൾ കുറെ ആൾക്കാർ സ്പോൺസേർഡ് ലൈക്ക് അവരുടെ ലൈക്ക് ബാക്കിലുള്ള ആൾക്കാർ ചിലപ്പോൾ അവർ സ്പോൺസർ ഈ കോമ്പറ്റീഷനെ സ്പോൺസർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിന് ടെസ്റ്റ് ഉണ്ടാവും. ഈ ടെസ്റ്റ് ഒന്നും ഭയങ്കര എക്സ്പെൻസീവ് ടെസ്റ്റുകളെങ്കിൽ പ്രിസൈസ് ടെസ്റ്റ് ഒന്നും ആയിരിക്കില്ല. ചിലവർ എൻഹാൻസ്ഡ് ആയിട്ട് ഇത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ ടെസ്റ്റിലേക്ക് വരുന്നത്. ആ ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ കണ്ടിരുന്നത് പല സംഭവങ്ങളും നമുക്ക് സംശയാസ്പദമായിട്ടുള്ള സംഭവങ്ങൾ തോന്നിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന പല നാച്ചുറൽ അത്ലറ്റ്സിനും ഞാൻ അവരുടെ അടുത്തുനിന്ന് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ടിപ്പിക്കലി പറയില്ല എല്ലാ നാച്ചുറൽ കോമ്പറ്റീഷൻസും ലൈക്ക് അതിനകത്ത് എൻഹാൻസ്ഡ് ആൾക്കാരുണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ പറയണമെന്ന് എനിക്കില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളുണ്ട്. എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി നമുക്ക് സംശയം തോന്നുന്ന അത്ലറ്റ്സ് ഈ നാച്ചുറൽ കോമ്പറ്റീഷൻ ഒന്ന് കയറാറുണ്ട്. പക്ഷെ അത് അവരുടെ മനസ്സിൽ നിന്ന് തന്നെ അവർ തിരുത്തേണ്ട ഒരു കാര്യം. കാര്യം ഇത്ര പെട്ടെന്ന് ഈ ടെസ്റ്റുകളൊന്നും പ്രോപ്പർ ടെസ്റ്റിലേക്കൊന്ന് മാറാനോ അല്ലെങ്കിൽ ഓരോരുത്തരെ ഇരുന്ന് നോക്കി കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പം ഒരു എൻഹാൻസ്ഡ് അത്ലറ്റ് തീരുമാനിക്കണം ഞാനത് പോയി കോമ്പീറ്റ് ചെയ്യുന്നത് ഫെയർ ആണോ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ പേഴ്സൺ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നത് എൻഹാൻസ്ഡ് യു വിൽ ഗെറ്റ് ഫാസ്റ്റർ റിസൾട്ട്സ് ദാറ്റ് എവരിബഡി നോസ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു ഷോർട്ട് കട്ടിൽ കൂടെ വേറൊരാൾ ജയിക്കേണ്ട പൊസിഷൻ ഞാൻ കയറി എടുത്തിട്ട് ആ ജയം റെലവെന്റ് ആണോ എന്ന് ചിന്തിക്കേണ്ട ആ പേഴ്സണലായിട്ട് സ്വന്തം ഇതിനോട് ചോദിക്കണം. അപ്പം വിശാല് 100 മീറ്ററിൽ നിന്ന് ഓടുന്നു, ഞാൻ 50 മീറ്ററിൽ നിന്ന് വന്നാൽ 100 മീറ്റർ ഓടുന്നു. എന്നിട്ട് ഞാനും വിശാലും ആ ട്രോഫി ഞാൻ വിശാലിന്റെ കിട്ടേണ്ട ട്രോഫി ഞാൻ കൈപിടിച്ച് വെക്കുമ്പോൾ ഐ ഷുഡ് ബി ദ വൺ തിങ്കിങ് ഇത് ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ബിക്കോസ് ദർ ഇസ് ടു കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ. എൻഹാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എൻഹാൻസ്ഡ് ആണെങ്കിൽ ബി പ്രൗഡ് ഓഫ് ഇറ്റ്, നിങ്ങൾ എൻഹാൻസ് കോമ്പറ്റീഷന് പോവുക. നാച്ചുറൽ ആണെങ്കിൽ ബി പ്രൗഡ് ഓഫ് ഇറ്റ്, നിങ്ങൾ നാച്ചുറൽ കോമ്പറ്റീഷൻ. അതേപോലെ തന്നെ ലൈക്ക് ഒരു കോൺട്രവേഴ്സി പോലെ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും കാര്യങ്ങളൊക്കെ വന്നൊരു സംഭവമാണ്. ഇപ്പൊ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് കുറെ പേരുണ്ട്. അപ്പോൾ അവരൊന്നും ചിലർ പറയുന്നത് നാച്ചുറലാന്ന്, അവർ പറയുന്നത് നാച്ചുറലാന്ന്, പക്ഷെ നാച്ചുറൽ അല്ല എന്ന് പറയുന്ന പേരുണ്ട്. ലൈക്ക് നാച്ചുറൽ ആണെങ്കിൽ ലൈക്ക് ഭയങ്കര ഫിസിക്കൊക്കെ അത്രയും ലൈക്ക് അത് ട്രെയിൻ ചെയ്ത് വരുന്നതാണോ ഇനി ശരിക്കും നാച്ചുറൽ ആണോ, അതെന്താ ക്ലാരിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ? ഇപ്പൊ എല്ലാവരുടെയും കാര്യത്തിൽ ഇപ്പൊ എല്ലാ സംശയം വരുന്ന അത്ലറ്റ്സിന് ഇപ്പൊ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവർക്കും സംശയം വരുന്ന ആൾക്കാരിനകത്ത് കുറെ പേരുണ്ട്. അതിനകത്ത് ഇപ്പൊ നമ്മൾ ചുമ്മാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നോക്കുക. കമന്റ് ചെയ്യുന്ന ആൾക്കാരെ നോക്കുന്ന സമയത്ത് അവർക്കും അവരെപ്പോഴെങ്കിലും അവരുടെ നാച്ചുറൽ പൊട്ടൻഷ്യൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ റൈറ്റ് വേയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണോ ഈ കമന്റ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കുക. കാര്യം ജനറ്റിക്കലി പല ആൾക്കാരുടെ ബോഡി സ്ട്രക്ചർ കാണുമ്പോൾ പല ആൾക്കാർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം പണ്ട് ഞാനൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടെ ജോലിക്ക് വരുന്ന ചേട്ടന്മാർക്കൊക്കെ നല്ല സൈസ് ഉണ്ടാവും, തടിയെടുക്കുന്ന ചേട്ടന്മാർക്കൊക്കെ നല്ല മസിൽ ഉണ്ടാവും. ഇവരാരും ജിമ്മിൽ പോകുന്നില്ല. ഇവർ ജോലി ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്നവർക്കൊക്കെ. അപ്പം പോസിബിൾ അല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല. എനിക്ക് ജനറ്റിക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ അത്ര ഹാർഡ് കോർ ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്ന ആളൊന്നും അല്ല. പക്ഷെ ഞാൻ 365 ഡേയ്സ് 6 പാക്കിലാണ് ഇരിക്കുന്നത്. ബിക്കോസ് എനിക്ക് ഹൈപ്പർ മെറ്റബോളിക് റേറ്റ് കുറച്ച് ഹയർ ആണ്. എൻ്റെ ഭക്ഷണ രീതികൾ ഞാൻ ഓവറായിട്ട് കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വെയിറ്റിലേക്ക് എനിക്ക് 6 പാക്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഐ എം നോട്ട് എൻഹാൻസ്ഡ്. അപ്പം പോസിബിൾ അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പലർക്കും എന്നെക്കാളും ബെറ്റർ ജനറ്റിക്സ് ഉള്ള ആൾക്കാരൊക്കെ ബോഡി കാണുമ്പോൾ സമയത്ത് നമ്മൾ തന്നെ പിന്നെ അതിനകത്ത് കുറേ എഫേർട്സും ഉണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ ആർക്കും നല്ല ഫിസിക്കിലേക്ക് റീച്ച് ചെയ്യാം. ഗിവൺ കണ്ടീഷൻ നിങ്ങളുടെ ജനറ്റിക്സ് എത്ര ബോറാണെങ്കിലും നിങ്ങൾക്ക് റീച്ച് ചെയ്യാം. പക്ഷെ ചിലപ്പം ജനറ്റിക്സ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അതേപോലെ പൊട്ടർ ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് റീച്ച് ചെയ്യാം, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം.
വെറുതെ ഇരുന്നിട്ട് കുറ്റം പറയുന്നത് ശോകമാണ്. കാര്യം നാച്ചുറലി ഹ്യൂമൻസിന് പോസിബിൾ ആയിട്ടുള്ള ഒന്നും നമ്മൾ പകുതി പോലും അച്ചീവ് ചെയ്യുന്നില്ല. നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി എത്ര നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റി മൊത്തം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നൊന്നുമില്ല. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓ ഇത്രയും പറ്റുമായിരുന്നു. അപ്പം ഓക്കെ. ചുമ്മാ കമന്റ് ചെയ്യുന്നതല്ല, നാച്ചുറലി അതെ ഉദ്ദേശിച്ചില്ല. അൺഇമാജിനബിൾ ഗാലറിയിൽ നിന്ന് വർത്താനം പറയാൻ പറ്റും, കളിക്കാരെ ഗാലറി വർത്താനം പറയാൻ പറ്റും. നാച്ചുറലി അടിപൊളി ശരീരങ്ങൾ, അല്ലെങ്കിൽ അടിപൊളി ട്രാൻസ്ഫോർമേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് നമുക്ക് ഒരു 5 വർഷം 3 വർഷമായിട്ട് നമ്മൾ അവരുടെ എഫേർട്ട് കണ്ടിട്ടുണ്ട്, ഇവരെങ്ങനെ അത് ചെയ്തു. അപ്പൊ എനിക്ക് 100% ഞാൻ ഉറപ്പ് പറയാം, നാച്ചുറലി ഇൻസെയിൻ ശരീരം ഉണ്ടാക്കാൻ പറ്റും. ചില അതിലേക്ക് സ്റ്റെറോയിഡ്സിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നാച്ചുറൽ ശരീരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ലിമിറ്റ് ഉണ്ട്. അത് ഓരോ പേഴ്സണും ഡിഫറെന്റ് ആയിരിക്കും. ലൈക്ക് ഓരോ പേഴ്സണും ജെനറ്റിക്സിന് ജെനറ്റിക്സ് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന അനുസരിച്ച് ആ പ്രോസസ് അത്ര ഈസിയർ ആയിരിക്കും. അപ്പൊ എനിക്കും തനിക്കും ഒരേ പാറ്റേണിൽ കൂടെ പോയാലും ഡിഫറെന്റ് റിസൾട്ട് ആയിരിക്കും വരുന്നത്. അതിന് ജെനറ്റിക്സിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ ട്രെയിൻ ചെയ്ത് ഇത് അച്ചീവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ലോങ്ങർ ടൈമിലെ എഫേർട്ട് ആയിരിക്കും. ഇതൊരിക്കലും ഒരു 6 മാസം കൊണ്ടോ ജിമ്മിൽ പോയി 3ാമത്തെ മാസം ഈ വാവ് ശരീരം ഉണ്ടാവില്ല. ജിമ്മിപ്പോൾ വർഷങ്ങളെടുക്കും. ഈ ജിമ്മി പോണവരൊക്കെ മണ്ടന്മാരാണ്, ഈ മസിലുള്ളവരൊക്കെ മണ്ടന്മാരാണ്. മണ്ടനായിട്ട് തോന്നിയോ? എന്നെ സംസാരിച്ചിട്ട് അങ്ങനെ സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു ജിമ്മില് ലൈക്ക് മസിലായിട്ട് നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ലൈക്ക് നമുക്ക് ഇടക്ക് ഇപ്പൊ പറയണ ഒരു കോട്ടാണല്ലോ, ജിമ്മി പോണവരൊക്കെ മണ്ടന്മാരാണ്. അല്ലെങ്കിൽ ഈ മസിലുള്ളവർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ആ ഒരു വൾഗാര് ആ ഒരു മസിലും കാര്യങ്ങളും ഇങ്ങനെ ആക്കി നിൽക്കുമ്പോ അറപ്പ് വരുന്ന ആൾക്കാർ വരെ ഉണ്ട്. എന്താണ് അത് നിന്നിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ജിം പോകുന്ന എല്ലാവരും മണ്ടന്മാരല്ല. നിങ്ങൾ ഒരു അത് ബേസ്ഡ് ഓൺ ഇപ്പൊ ഒരു 3 ഡോക്ടറേറ്റ് ആയിട്ടുള്ള ഒരാള് ജിമ്മിൽ